شكوت إلى وكيع سوء حفظي فأرشدني إلى ترك المعاصي وأخبرني بأن العلم نور ونور الله لا يهدى لعاصي. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഉക്കാസ് എഡ്യൂക്കേഷൻ അക്കാഡമിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഷാ വലിയുല്ലാഹി ദഹ്ലവിയെക്കുറിച്ചും സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജിയെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു. ഇനി ഷെയ്ഖ് അബ്ദുൽ ഹയ്യിൽ ഹസനിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ ഷെയ്ഖ് അബ്ദുൽ ഹയ്യിൽ ഹസനിയുടെ ജീവചരിത്രത്തെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. നോക്കൂ, ഹുവ ആലിമുൻ വ മുഅർരിഖുൻ ഹിന്ദിയുൻ ബാരിസുൻ. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇന്ത്യക്കാരനായിട്ടുള്ള ചരിത്രകാരനും പണ്ഡിതനുമാണ് അബ്ദുൽ ഹയ്യിൽ ഹസനി എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് യന്തസിബു ഇലാ ഇമാദത്തി ആലിൽ ബൈത്തി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ കുടുംബ പരമ്പര ചെന്നെത്തുന്നത് അലി ഇബ്നു അബി ത്വാലിബ് അഹ്ലു ബൈത്തിലേക്കാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വുലിദ സനത 1869 ഫി റായിൽ ബറി വതുവഫിയ സനത 1923. അതായത് ക്രിസ്താബ്ദം 1869 റൈബറേരിയയിൽ ജനിക്കുകയും ക്രിസ്താബ്ദം 1923 അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത്. ഹിജറ വർഷം നോക്കുമ്പോൾ 1286 ജനിക്കുന്നു, 1341 വഫാത്താകുന്നു. നോക്ക്, നശഅ ഫി ബൈത്തി ഇൽമിൻ വഫദ്ലിൻ. വളരെ മഹത്വമുള്ള അറിവുള്ള കുടുംബത്തിലാണ് അദ്ദേഹം വളരുന്നത്. ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകാൻ സാധിക്കും ഇദ്ദേഹം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ കുടുംബത്തിലേക്ക് ചേരുന്നുണ്ട് എന്ന്. അബ്ദുൽ ഖാദിർ ജീലാനിയുടെ സഹോദരീ പുത്രനായിട്ടുള്ള ഖുതുബുദ്ദീൻ മുഹമ്മദ് മദനിയാണ് ഈ പരമ്പരയിൽ ഇന്ത്യയിലേക്ക് വന്നത് എന്ന് കാണാൻ സാധിക്കും. അത് ഹിജറ 7-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നോക്കൂ, ഹൈസു ഖാന വാലിദുഹു അഷെയ്ഖ് ഫഹ്റുദ്ദീൻ ആലിമൻ കബീറൻ. അദ്ദേഹത്തിൻ്റെ പിതാവ് ഫഹ്റുദ്ദീൻ വലിയ പണ്ഡിതനായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസാണ് ലഖബഹു ഇബ്നുൽ ഖല്ലിഖാനിൽ ഹിന്ദ്. ഇബ്നു ഖല്ലിഖാനിൽ ഹിന്ദ് എന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പേരിനുടമയാണ് അബ്ദുൽ ഹയ്യിൽ ഹസനി എന്നത്. ആരാണ് ശരിക്ക് ഇബ്നു ഖല്ലിഖാൻ? വഫയാത്തുൽ അയ്യാൻ എന്ന് പറയുന്ന അറബ് ലോകത്ത് ജീവിച്ചിരുന്ന പ്രമുഖരായ വ്യക്തികളുടെയും പണ്ഡിതന്മാരുടെയും ചരിത്രങ്ങൾ ക്രോഡീകരിച്ച ഗ്രന്ഥമാണ് വഫയാത്തുൽ അയ്യാൻ. അതിൻ്റെ ഗ്രന്ഥരചയിതാവാണ് ഇബ്നു ഖല്ലിഖാൻ. അതേ കൺസെപ്റ്റ് അതുപോലെ തന്നെ നുസ്ഹത്തുൽ ഖവാത്തിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ അബ്ദുൽ ഹയ്യിൽ ഹസനി അത് സാമ്യതകൾ ഉള്ളത് കൊണ്ടാണ് ഇബ്നു ഖല്ലിഖാനിൽ ഹിന്ദ് എന്ന് അബ്ദുൽ ഹയ്യിൽ ഹസനിക്ക് ലഭിക്കാൻ കാരണം എന്ന് ജസ്റ്റ് അവിടെ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ദറസ صرف والنحو والفقه والأصول والتفسير والمعقولات على أشهر علماء عصره في لكنو مثل الشيخ محمد نعيم الفرنجي محلي والشيخ فضل الله. അദ്ദേഹം ലക്നൌവിൽ വെച്ച് അവിടുത്തെ പ്രശസ്തരായിട്ടുള്ള മുഹമ്മദ് നഈം അൽ ഫറഞ്ചിയെ പോലെയുള്ള ഷെയ്ഖ് ഫളുല്ല പോലെയുള്ള പണ്ഡിതരിൽ നിന്ന് തഫ്സീർ, ഉസൂല്, ഫിഖ്, നഹ്വ്, സൊറഫൊക്കെ കൃത്യമായി
പഠിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തഅല്ലമ ത്വിബ്ബ അല ത്വബീബ് ഷഹീർ അബ്ദുൽ അലി എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള ഡോക്ടറിൽ നിന്ന് അദ്ദേഹം വൈദ്യശാസ്ത്രം പഠിക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ വെച്ച് തന്നെയാണ് ഇബ്നു സീനയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഖാനൂനു ഫി തിബ് എന്ന് പറയുന്ന ഗ്രന്ഥം വായിക്കുന്നുണ്ട്. ഇനി അബ്ദുൽ ഹൈ അൽ ഹസ്വനിയെ ലോകപ്രശസ്തനാക്കിയിട്ടുള്ള അദ്ദേഹം രചിച്ച പ്രധാനപ്പെട്ട 4 ഗ്രന്ഥങ്ങളെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ. ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട് ചോദിച്ച പ്രധാനപ്പെട്ട 4 ഗ്രന്ഥങ്ങളും അവയുടെ ഉള്ളിൽ ഉൾക്കൊണ്ട ആശയങ്ങളും നമ്മളൊന്ന് കണ്ണോടിച്ചു പോകാം. ഒന്നാമത്തേത് നുസ്ഹത്തുൽ ഖവാതിർ വ ബഹ്ജത്തുൽ മസാമിഇ വൻ നവാദിർ എന്നാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ മറ്റൊരു പേരാണ് ഇഅ്ലാമു ബിമൻ ഫി താരീഖിൽ ഹിന്ദി മിനൽ അഅ്ലാം എന്ന് പറയും. ഈ ഗ്രന്ഥത്തിൻ്റെ പേര് തന്നെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതായത് നുസ്ഹത്തുൽ ഖവാതിറിൻ്റെ മറ്റൊരു പേരെന്ത്? ഇഅ്ലാമു ബിമൻ ഫി താരീഖിൽ ഹിന്ദ് മിനൽ അഅ്ലാം എന്നതിൻ്റെ മറ്റൊരു പേരെന്ത്? നമുക്കറിയാം ഇബ്നു ഖല്ലിഖാനിൽ ഹിന്ദ് എന്ന പേര് വരാൻ കാരണം തന്നെ ഈ ഗ്രന്ഥമാണ്. അടുത്ത ഗ്രന്ഥമാണ് അസ്സഖാഫത്തുൽ ഇസ്ലാമിയ്യത്തു ഫിൽ ഹിന്ദ്. വളരെ പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥമാണ്. മൂന്നാമത്തെ ഗ്രന്ഥമാണ് അൽ ഹിന്ദു ഫി അഹദി അൽ ഇസ്ലാമി. നാലാമത്തെ ഗ്രന്ഥമാണ് ജന്നത്തുൽ മശ്രിഖ്. അവസാനം പറഞ്ഞ 2 ഗ്രന്ഥങ്ങൾ തമ്മിൽ വളരെയധികം ബന്ധം നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്കതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ കൃത്യമായി നമ്മൾ പഠിച്ചെടുക്കും ഇൻഷാ അല്ലാഹ്. അതെ, നുസ്ഹത്തുൽ ഖവാതിർ അത് രചിക്കുന്നത് അല്ലഫഹു അഷേഖ് അബ്ദുൽ ഹൈ ഹസ്വനി. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അൽ മജാലു വൽ മൗളൂ, എന്താണ് ഇതിൻ്റെ ടോപ്പിക്? യഖഉ ഫി അൽ കിതാബു ഫി മജാലി തറാജിം അത്താരീഖ് വസ്സിയർ. ജീവചരിത്രമാണ് ഇന്ത്യയിലെ പണ്ഡിതന്മാരുടെയും പ്രമുഖരുടെയും ജീവചരിത്രമടങ്ങിയ 8 വാള്യങ്ങളുള്ള വിഖ്യാതമായിട്ടുള്ള ഗ്രന്ഥമാണ് യഥാർത്ഥത്തിൽ നുസ്ഹത്തുൽ ഖവാതിർ എന്ന് പറയുന്നത്. എന്താണ്? യഹ്തവി അൽ കിതാബു അല തർജമതി അക്തറ മിൻ 4500 മിൻ അഅയാനി വ അഅലാമിൽ ഹിന്ദ്. നമ്മൾ പറഞ്ഞതുപോലെ 4500ഓളം അതിലധികം പണ്ഡിതന്മാരുടെ ജീവചരിത്രം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഏറ്റവും പ്രധാനം അതിൻ്റെ പബ്ലിക്കേഷനാണ് ഹുവ അവ്വലു മാ തുബിഅ ഫി മത്ബഅതി നദ്വത്തുൽ ഉലമ. നദ്വത്തുൽ ഉലമയിലാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. ഇനി അടുത്ത ഗ്രന്ഥം എന്ന് പറയുന്നത്, ഇനി മുസ്ലിം ഭരണകാലഘട്ടത്തിലെ ഇന്ത്യയുടെ ചരിത്രത്തെ വ്യക്തമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അസ്സഖാഫത്തുൽ ഇസ്ലാമിയ്യത്തു ഫിൽ ഹിന്ദ് എന്ന് പറയുന്നത്. അത് രചിക്കുന്നത് അബ്ദുൽ ഹൈ അൽ ഹസ്വനിയാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത്, അത് രചിക്കപ്പെടുന്നത് തന്നെ മആരിഫുൽ അവാരിഫ് ഫിൽ ഉലൂമിൽ വൽ മആരിഫ് എന്നാണ്. പിന്നീട് അത് പബ്ലിഷ് ചെയ്യുന്നത് ദിമഷ്കിൽ അതിൻ്റെ നാമം മാറ്റിയതാണ്. അസ്സഖാഫത്തുൽ ഇസ്ലാമി ഫിൽ ഹിന്ദ് എന്ന് ആക്കിയതാണ് എന്ന് കാണാൻ സാധിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നുസ്ഹത്തുൽ ഖവാതിറിൻ്റെ മറ്റൊരു പേരെന്താണെന്ന് ചോദിച്ചതുപോലെ തന്നെ സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ് എന്നതിൻ്റെ മറ്റൊരു നാമം ഏതാണ്, അല്ലെങ്കിൽ ദിമഷ്കിൽ പബ്ലിഷ് ചെയ്തത് ഏതാണ് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ഗ്രന്ഥമാണ് അൽ ഹിന്ദു ഫിൽ അഹദിൽ ഇസ്ലാമി എന്ന് പറയുന്നത്. ഇസ്ലാമിക ഭരണകാലത്തെ ഇന്ത്യയെക്കുറിച്ചുള്ള ചരിത്രപരമായ പഠനമാണ് യഥാർത്ഥത്തിൽ അൽ ഹിന്ദു ഫിൽ അഹദിൽ ഇസ്ലാമി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മുസ്ലിം ഭരണകാലത്തെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ അവസ്ഥകളെക്കുറിച്ച് ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് അറബി ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഹുവ തർജുമ അൽ അറബിയ ലി കിതാബി ജന്നത്തുൽ മശ്രിഖ് എന്ന് പറയുന്നത്. അതായത് അബ്ദുൽ ഹൈ അൽ ഹസ്വനി എന്ന് പറയുന്ന അദ്ദേഹം രചിച്ച
ജുന്നത്തുൽ മആരിഫ് എന്ന് പറയുന്ന അതിൻ്റെ അറബി വിവർത്തനമാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു അൽ ഹിന്ദു ഫി അഹദിൽ ഇസ്ലാമിയും ജുന്നത്തുൽ മശ്രിഖും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതെ, ജുന്നത്തുൽ മശ്രിഖ് നോക്കൂ, അതിൻ്റെ യഥാർത്ഥ നാമം ജന്നത്തുൽ മശ്രിഖി വമത്ലഉൽ നൂരി വൽ മശ്രിഖി എന്നാണ്. എന്താണ് വിഷയം? യതനാവൽ കിതാബു ജോഗ്രഫിയ ബിലാദിൽ ഹിന്ദ്, ഇന്ത്യയുടെ ജോഗ്രഫി ചർച്ച ചെയ്യുന്ന, അവിടുത്തെ ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ച്, അതുപോലെ തന്നെ പ്രകൃതിപരമായിട്ടൊക്കെ അവിടുത്തെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇത് രചിക്കപ്പെട്ടത് ഉല്ലിഫ ഫിൽ അസ്ലി ബിൽ ലുഗത്തിൽ ഉർദുയ്യ, ഉർദു ഭാഷയിലാണ് ജന്നത്തുൽ മശ്രിഖ് രചിക്കുന്നത്. അതിൻ്റെ അറബി വേർഷനാണ് നേരത്തെ പറഞ്ഞ അൽ ഹിന്ദു ഫി അഹദിൽ ഇസ്ലാമി എന്ന് പറയുന്നത്. അത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി അല്പം PYQ ഡിസ്കസ് ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. അബ്ദുൽ ഹൈൽ ഹസനിയുടെ അറിയപ്പെടുന്ന നാമം ഏതാണ് എന്നാണ് ചോദ്യം. യുഅറഫു അബ്ദുൽ ഹൈൽ ഹസനി ബി, എന്താണ്? ഇബ്ൻ ഖലിഖാൻ ഹിന്ദ്. നമ്മൾ എന്തുകൊണ്ട് ആ പേര് വന്നു എന്നൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ലൈസ മിൻ മുഅല്ലഫാത്തി അബ്ദുൽ ഹൈൽ ഹസനി, അബ്ദുൽ ഹൈൽ ഹസനിയുടെ ഗ്രന്ഥങ്ങളിൽ പെടാത്തത്. ഇത് ഈ ഒരു പാറ്റേണിലുള്ള ചോദ്യം ഒരുപാട് തവണ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പെടാത്തത് അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിൽ പെടുന്നത് ഒഴിവാക്കാനും ഉൾക്കൊള്ളിക്കാനും രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം. അല്ലെങ്കിൽ ഓഡ് വൺ ഏതാണ് എന്നൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ഒരു 4 കവികളുടെ പേര് തന്നിട്ട് അതിൻ്റെ നേരെ ബോക്സിൽ തന്നെ മറ്റു അവരുടെ ഗ്രന്ഥങ്ങൾ തന്നിട്ട് ഏതെങ്കിലും ഒരു ജോഡി എന്ത് ചെയ്യും, തെറ്റി കൊടുത്തിട്ട് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനൊക്കെ പറയാം. അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ സുഹത്തുൽ ഖവാത്തിർ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ്, ജുന്നത്തുൽ മശാരിഖ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ്, സബഹത്തുൽ മർജാൻ, മആരിഫുൽ അവാരിഫ്. ഇതിൽ ഡൗട്ട് വരാൻ സാധ്യതയുള്ള 2 സബഹത്തുൽ മർജാനും മആരിഫുൽ അവാരിഫുമാണ്. മആരിഫുൽ അവാരിഫ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ അസ്സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ് എന്നതിൻ്റെ മറ്റൊരു പേരാണ് മആരിഫുൽ അവാരിഫ്. അപ്പോൾ അത് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാൻ സാധ്യത. അപ്പോൾ ഏതാണ് പെടാത്തത്? സബഹത്തുൽ മർജാനാണ്. അപ്പോൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ പഠിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ലൈസ മിൻ മുഅല്ലഫാത്തി അബ്ദുൽ ഹൈൽ ഹസനി. നോക്കൂ, അൽ ഹിന്ദു ഫിൽ അഹദിൽ ഇസ്ലാമി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ്. താരിഖു ദഅവത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ്, ഡൗട്ട് ഉണ്ട്. അൽ ഇഅലാം ബിമൻ ഫി താരിഖിൽ ഹിന്ദ് മിനൽ അഅലാം, സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ്. നമുക്കറിയാം അൽ ഇഅലാം എന്നത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ മറ്റൊരു പേരാണ്. ഏതാണ് ആ ഗ്രന്ഥം? നുസ്ഹത്തുൽ ഖവാത്തിറിൻ്റെ മറ്റൊരു പേരാണ് അൽ ഇഅലാം ബിമൻ ഫി താരിഖിൽ ഹിന്ദ് മിനൽ അഅലാം എന്ന് പറയുന്നത്. സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പെടാത്തത്. അപ്പോൾ ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പഠിച്ചെടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. വളരെ പ്രധാനപ്പെട്ട 4 ഗ്രന്ഥങ്ങളാണ് നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്തത്. അത് പഠിച്ചിരിക്കണം. ബാക്കിയുള്ളത് പഠിച്ചില്ലെങ്കിൽ പോലും ഈ 4 ഗ്രന്ഥങ്ങൾ, അതിൻ്റെ ചരിത്രം കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. ഇൻഷാ അല്ലാഹ് നന്നായി പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഓഫ്ലൈൻ സാറ്റർഡേ ബാച്ച് ശനിയാഴ്ചകളിൽ ഇൻഷാ അല്ലാഹ് വൈകാതെ തന്നെ നടക്കും. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. شكوت إلى وكيع سوء حفظي فأرشدني إلى ترك المعاصي وأخبرني بأن العلم نور ونور الله لا يهدى لعاصي.